പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും ഇനി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇനി സൈറ്റിൽ നിന്നും മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ഈ പ്രാവശ്യം മുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ 3 വീഡിയോസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം 2 വീഡിയോ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വീഡിയോസാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള വീഡിയോസിൽ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ നമ്മൾ അവതരിപ്പിക്കും. നമുക്കറിയാം 3 മണിക്കൂർ എക്സാമാണ്. ഉച്ചയ്ക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം. തിയറി എക്സാമിന് നമുക്ക് പാസ്സാവേണ്ടത് 80-ലാണ് എഴുത്ത് പരീക്ഷ. അതിൻ്റെ 33%, ഏകദേശം 26 മാർക്ക് എഴുതി പാസ്സാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ 100-ൽ 33 മാർക്ക് തന്നെ എഴുതി വാങ്ങും. ഇനി നമുക്കിതിൽ 24ാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദർ ആർ ടോട്ടൽ ഓഫ് 6 മാച്ച് ദി കോളംസ് ദി ക്വസ്റ്റ്യൻ സൈറ്റ് ക്യാരി 1 മാർക്ക് ഈച്ച് ആൻസർ എനി 4 ആണ്. ഏതെങ്കിലും 4 എണ്ണം ഇതിൽ ആൻസർ ചെയ്താൽ മതി. 6 ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്, കോളം എയും ബിയും. അത് മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ 6 എണ്ണത്തിൽ നമുക്ക് ഇഷ്ടമുള്ള 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്കാണ്. 4 എണ്ണത്തിനാകുമ്പോൾ 4 മാർക്കാണ് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റത്തെ വരുന്നുണ്ട് മേറ്റ് റിലേഷൻഷിപ്പ്, കോമൺ ഹാബിറ്റേഷൻ, റീകോയിങ്, ഡീസൻറ്റ് എക്കണോമിക് സിസ്റ്റം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ജനറൽ ക്യാരക്ടറിസ് ഓഫ് ഫാമിലി. ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് മാറ്റ് റിലേഷൻ. നല്ല ബന്ധം പുലർത്തുക. കോമൺ ഹാബിറ്റ്, പൊതുവായിട്ടുള്ളൊരു ഹാബിറ്റ് അവിടെ ഉണ്ടാവും. റീകോക്കനിയും വരുന്നുണ്ട്. ഡീസൻറ്റ് എക്കണോമിക് സിസ്റ്റം, ഇതൊക്കെ ഒരു ഫാമിലിയുടെ പ്രത്യേകതയാണ്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 1-ന് നേരെ ഡി ആണ് ആൻസർ. രണ്ടാമത്തത് പറയുന്നുണ്ട് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യവൽക്കരണമാണ്. കുട്ടികളുടെ സാമൂഹ്യവൽക്കരണം നടത്തുന്നത് എന്താണ്? അതിൻ്റെ ആൻസർ എഫ് ആണ് വരുന്നത്. 1 ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ ധർമ്മമാണ് എന്ത് വരുന്നത്? കുട്ടികളിൽ സാമൂഹ്യവൽക്കരിക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ വരുന്നത് വൈഫ്, ഹസ്ബൻഡ്, സണ്ണ്, ഡോക്ടർ. ഇത്രയും ആളുകൾ ഏതാണ് ഇതിൽ മാച്ചാണെന്നുള്ളതാണ്. ഫാമിലി ഓഫ് പ്രൊക്രീഷൻ ആണ്. ഒരു ഫാമിലി വരുന്ന ആളുകളാണ്. വൈഫ് വരും, ഹസ്ബൻഡ് വരും, മക്കൾ വരും, മകൾ വരും, ഇതൊക്കെ ഇതിൽ വരും. ഇനി അടുത്തത് 4ാമത് പറയുന്നത് പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ, നിയോള്. ഫാമിലികൾ പല ഐറ്റങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം, ഒരാൾ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ വിവാഹം കഴിക്കുക. ഇങ്ങനെ പല രീതിയിലും വരുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ടൈപ്പ് ഓഫ് ഫാമിലിയാണ്. ബേസ്ഡ് ഓൺ റെസിഡന്റ്. സ്ഥിരതാമസത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിനെ തരംതിരിക്കുക എന്നുള്ളതാണ് ഇത് വരുന്നത്. അപ്പോൾ 4ാമത്തെ വരുന്നത് ഇ ആണ്. 5ാമത്തെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. ഇതൊക്കെ ഏതിൽ വരുന്നത്? ഫാമിലി ഓഫ് ഫാമിലി ഓറിയന്റേഷനിൽ പെട്ടാണ്. അപ്പോൾ 5ാമത്തിലെ ആൻസർ ഇ ആണ്. 6ാമത്തെ പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ, വിവാഹ രീതിയാണ്. അതൊക്കെ ടൈപ്പ് ഓഫ് ഫാമിലിയിൽ വരുന്നതാണ്. അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ഫാമിലിയാണ്. അപ്പോൾ 6ാമത്തെ നമുക്ക് വരുന്നത് സി ആണ്. പിന്നെ നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻസ് ഒരു പാസേജ് എന്നിട്ട് നമ്മൾ +2 ഇംഗ്ലീഷിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പേപ്പർ കണ്ടിട്ടുണ്ടാവും. പാസേജ് ക്വസ്റ്റ്യൻസ്. ആ പാസേജ് നമ്മൾ 1-2 പ്രാവശ്യം നല്ല മനസ്സിലാക്കിയിട്ട് അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇതന്നെ വരണം എന്നുള്ള ഇതേ മോഡലിലാണ്. അപ്പോൾ ഞാൻ ഇതുമ്പോൾ സമയം കളയുന്നില്ല, കാരണം ഇതിന്റെ ആൻസറുകൾ ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ എടുക്കുന്നത് ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ഭാഗങ്ങളിലാണ് വരുന്നത്. അതിൽ 41ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മാർക്കിന്റെ വരുന്നത്. ഏർലി വേദിക് അല്ലെങ്കിൽ ഋഗ്വേദിക് പീരീഡ്. ഏർലി വേദിക് അല്ലേ? ആദ്യ വേദ കാലഘട്ടം അല്ലെങ്കിൽ ഋഗ്വേദിക് കാലഘട്ടം ആരംഭിക്കുന്നത് എന്നാണ്? 1500 അല്ലെങ്കിൽ 1000 BC-യുടെ അടിയിലാണ്. 1000 BC-യുടെ 1500 BC-യുടെ അടിയിലാണ് വേദിക് കാലഘട്ടം വരുന്നത്. അപ്പോൾ 41-ൽ ബി ആണ് ആൻസർ. ഇനി 42ാമത്തെ ആൻസർ എന്താ? 1 ഓഫ് ദി സെൻട്രൽ ഡിഫറൻസ് ബിറ്റ്വീൻ ജൈനീസ് ആൻഡ്
ജൈന മതവും ബുദ്ധമതമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ജൈനിസവും ബുദ്ധമതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നുള്ളത്. ജൈനിസം റെക്കഗ്നൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡാണ്. അവിടെ ദൈവം നിലനിൽക്കണം എന്നുള്ളതാണ് ജൈനിസം പറയുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ദ ലോവർ ദാൻ ദി മഹാവീര ബട്ട് ബുദ്ധിസ്റ്റ് ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദൈവത്തെ നിലനിൽക്കുന്നതിൽ ആര് പ്രാധാന്യം നൽകുന്നില്ല? ബുദ്ധന്മാര് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 42 സി ആണ് ആൻസർ. 43 ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ആക്ട് ദി മാക്സിമം ഏജ് ഓഫ് മാരേജ് ഓഫ് ഗേൾ 14 ഇയർ ആൻഡ് ബോയ്സ് സേറ്റഡ്. സ്ത്രീകൾക്ക് എന്താണ് മിനിമം ഏജ് വിവാഹപ്രായം 14 പുരുഷന്മാർക്ക് 18 ആക്കിയത് ഏത് വർഷമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വയസ്സൊക്കെ മാറ്റമുണ്ട്, 21-ാം നൂറ്റാണ്ട് മാറ്റമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വയസ്സാക്കിയത് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ആണ് 1929. അപ്പോൾ 43 ബി ആണ് ആൻസർ. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1929. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഹാർബിലസ് സർദ കമ്പൈൻ ഇൻക്രീസ് ഇൻ ദി ഏജ് ഓഫ് മാരേജ് ആസ് പ്രൊപ്പോണ്ടഡ് ഇൻ ദ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1929. ഇറ്റ് ലേഡ് ടു അമെൻമെന്റ് ഇൻ ദി ആക്ട് ആൻഡ് നോ ആൾസോ നോസ് സർദ ആക്ട് ആണ്. ഈ ആക്ട് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? സാരദ ആക്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. അതെന്താണ്? അതിന് ആൻസർ ഡി ആണ്. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1976 ആണ്. 1929 ആക്ട് പിന്നെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? 1976 ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനി 44ാമത്തെ ചോദ്യം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ആസ് പെർ ദ സെൻസസ് 2001 ഡേഷ് ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ഇന്ത്യ വേർ ദി നമ്പർ ഓഫ് വുമൺ ഇസ് മോർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്ത് ചെയ്തത് വുമണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ളത്? അതിന്റെ ആൻസർ കേരളയാണ്. 44ന്റെ ആൻസർ കേരള. ഇനി 45ന്റെ ആൻസർ ആണ് ദ ഋഗ്വേദിക് ആര്യൻസ് വേർ ഡാഷ് ആണ്. ഋഗ്വേദിക് ആര്യൻസ് എന്ന് പറയുന്നത് പാട്രിയാർച്ചലാണ്. ഓക്കെ. നമ്മളിതിൽ 1 മാർക്കിന്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. ഇനി വരുന്നത് നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓപ്ഷണൽ മോഡ്യൂൾസിൽ കൾച്ചർ എന്നുള്ള ഭാഗത്ത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റി ചൂസ് ഇഫ് ആസ്ക്ഡ് ആസ് എക്സാമ്പിൾ ഇന്ത്യൻ കൾച്ചറിന് ഏതാണ് എക്സാമ്പിളായി വരുന്നത്? അതിൻ്റെ ആൻസർ ഡി ആണ്. ഇന്ത്യൻ കൾച്ചറിന് എക്സാമ്പിളായി വരുന്നത് റെസ്പെക്ട് ടു എൽഡർ ആണ്. എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാണ് ബൈ ടച്ചിങ് ഫീറ്റ് ആണ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ ഫോളോയിങ് കറക്റ്റ് ഓപ്ഷൻ ആണ്. പറയുന്ന കൾച്ചർ ഈസ് എ ലേൺഡ് ബിഹേവിയർ. കൾച്ചർ എന്ന് പറയുന്നത് ഒരു ലേൺഡ് ബിഹേവിയർ ആണ്, നോട്ട് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആണ്. അത് ജനറ്റിക്കൽ അല്ല എന്നാണ് പറയുന്നത്. ഈസ് ഇൻസ്റ്റന്റ് ബിഹേവിയർ എന്നാൽ പറയുന്നത് ഇറ്റ് ഈസ് അക്വേർഡ് ഹ്യൂമൻ ബീയിങ് ഫ്രം ദി സൊസൈറ്റി വിച്ച് ദേ ആർ ബ്രോട്ട് അപ്പ് ആണ്. അത് ഇതിൻ്റെ ആൻസർ സി ആണ്. എയും ആറും പറഞ്ഞത് ശരിയാണ്. ഇനി 43ാമത്തെ ചോദ്യം. ഇൻഡിക്കേറ്റ് ദ കൺസെപ്റ്റ് കൾച്ചർ വിച്ച് മാച്ചസ് ടു എക്സാമ്പിൾ ഇൻ വിച്ച് വേസ് വി ഗ്രീറ്റ് വേരിയസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ, പ്ലേസ് ടു പ്ലേസ്. അല്ലേ, സംസ്കാരം വ്യത്യസ്തമാകുന്നുണ്ട് സ്ഥലങ്ങൾ മാറുമ്പോൾ അല്ലേ, അതാണ് അതിന് പറയുന്നതാണ് കൾച്ചർ ഈസ് എ സ്പേസ് ഓഫ് ബൗണ്ട് എന്ന് പറയുന്നത്. എ ആണ് ആൻസർ. ഇനി 43 എ അല്ലെങ്കിൽ 43 ബിയിലെ ആൻസർ ചെയ്താൽ മതി. ഐഡന്റിഫൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ദാറ്റ് മാച്ച് ദ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓൾ ഹാവ് സോങ്സ്, എല്ലാ സോങ്സും ഡാൻസ് ഡിഫറെൻറ്റ് ആർട്സ് ആണ്. ഓൾ ഹാവ് ലാംഗ്വേജസ് ടു കൺവേ ദർ ഐഡിയ. ഇങ്ങനെ പറയുന്നതാണ് എന്ത് പറയുന്നത്? സി ആണ്. കൾച്ചർ ഈസ് എ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത 44ാമത്തെ ചോദ്യമാണ്. റെസ്ട്രിക്ഷൻസ് ഓർ പ്രൊഹിബിഷൻ വിച്ച് ആർ നോട്ട് പെർമിറ്റഡ് ബൈ ദി. റെസ്ട്രിക്ഷൻ എന്നല്ലെങ്കിൽ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ പെർമിറ്റ് ചെയ്തില്ല, അതാണ് എന്ത് പറയുന്നത്? ടാബു എന്ന് പറയുന്നത്. ഇനി 45ാമത്തിൻ്റെ ആൻസർ. ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. നോൺ മെറ്റീരിയൽ കൾച്ചറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിലീഫാണ്, വിശ്വാസമാണ്. ഇനി അടുത്ത 45 ബി ആണ്. ഫുഡ്, ഡ്രസ്സ്, ഓർണമെന്റ്സ്, ഹൗസസ്, ഓട്ടോമൊബൈൽ. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? മെറ്റീരിയൽ കൾച്ചറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി 2 മാർക്കിൻ്റെ നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയങ്ങളോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. ഈ വരുന്ന 2024 ഒക്ടോബറിലേക്കും 2025 ഏപ്രിലേക്കും നമ്മൾ അഡ്മിഷൻ നടക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9037114679 എന്ന് പറയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.